ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിലിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് നായർ സാറാണ്. സാർ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് അനില. സാർ, ഇന്നിപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ വിപണിയിലേക്ക് നോക്കുകയാണ്. തുടർച്ചയായിട്ടൊരു ഇന്നലെ അവസാന നിമിഷം ഒരു അല്പം ആശങ്കയിലാഴ്ത്തിയെങ്കിൽ പോലും ഒരു ക്ലോസിംഗ് നോട്ട് പോസിറ്റീവായിട്ട് നടത്താനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ളൊരു 7ാമത്തെ ദിവസവും അവർ വിന്നിംഗ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ബിയാസിന് ഒരു അല്പം കൂടി ഡൊമിനൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബിയാസിൻ്റെ ഒരു ഡൊമിനൻസ് നമുക്ക് വിപണിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഒരു ഓപ്പണിംഗ് ഡീറ്റെയിൽസിലൊക്കെ കടക്കുന്നതിന് മുമ്പ് നമുക്ക് US നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. കാരണം US സംബന്ധിച്ചിട്ട് പലപ്പോഴും ഈ ഒരു US മാർക്കറ്റിൻ്റെ പാത പിന്തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റ് പലപ്പോഴും പോകാറുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇന്നലെ US സംബന്ധിച്ചിട്ട് പല ഡേറ്റകളും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് പോസിറ്റീവായിട്ടുള്ള ഡേറ്റയും ഉണ്ടായിരുന്നു, നെഗറ്റീവായിട്ടുള്ള ഡേറ്റയും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത് US ക്രൂഡ് ഇൻവെൻട്രിയിൽ കാര്യമായിട്ടുള്ളൊരു കുറവ്, എക്സ്പെക്ട് ചെയ്തതിലും വലിയ തോതിലൊരു കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് ക്രൂഡ് വിലയ്ക്കൊരു പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം US ഇന്നലെ CB കൺസ്യൂമർ കോൺഫറൻസ് ഡേറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവേ ഈ ഒരു റീറ്റെയിൽ ലെവലിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ കോൺഫിഡൻസിനെ മെഷർ ചെയ്യുന്നൊരു ഡേറ്റയാണ്. അതിലേറ്റവും നിരാശകരമായിട്ടൊരു വസ്തുത എന്ന് പറയുന്നത് 12 വർഷത്തെ ലോയിലേക്കാണ് US കൺസ്യൂമർ കോൺഫറൻസ് ഡേറ്റ ഇരിക്കുന്നത്. അതായത് തുടർച്ചയായിട്ടൊരു 4ാമത്തെ മാസമാണ് ഈ ഒരു കൺസ്യൂമർ കോൺഫറൻസ് ഡേറ്റ ഇടിഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും അതിനൊരു ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം, തുടർച്ചയായ 4 മാസങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമാണ് ആ ഒരു കുറവ് വന്നിരിക്കുന്നത്. ഈ ഒരു നയങ്ങളിലുണ്ടാകുന്ന അവ്യക്തത, പ്രത്യേകിച്ചും താരിഫ് നയങ്ങളിലുണ്ടാകുന്ന അവ്യക്തതയാണ് ഈ ഒരു കൺസ്യൂമേഴ്സിന് ഒരു ബിസിനസ് സെൻറ്റിമെൻറ്റ് നെഗറ്റീവായി കൊണ്ടുപോകുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. സാർ, ഈ ഒരു താരിഫ് ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം മുതൽ നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നതാണ് താരിഫ് ഏർപ്പെടുത്തുന്നു, റിട്ടാലിയേറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ. ഇത് പൊതുവെ ആഗോള വിപണികളെയും ഒപ്പം തന്നെ US ഒരു തിരിച്ചടിക്കുന്ന ലെവലിലേക്കാണോ എത്തുന്നത് കാര്യങ്ങൾ? അനില, നമ്മുടെ ഇതേ പ്രോഗ്രാം ഓപ്പണിംഗ് അവേഴ്സിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിരുന്നു. കാര്യം US ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആൾക്കാരുടെ കോൺഫിഡൻസ് ആണ്. അതായത് എന്നും അവരുടെ പത്രങ്ങളിൽ, ഇപ്പം നമ്മൾ തന്നെ എത്ര നാളായിട്ട് ഈ ട്രംപിൻ്റെ ടാരിഫിനെ കുറിച്ച് ഇന്ത്യയെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ ആംഗിളിൽ കൂടെയാണ് നമ്മളിത് സംസാരിക്കുന്നതെങ്കിൽ പോലും ഈ ടാരിഫ് എന്നും നമ്മുടെ ഒരു സബ്ജക്റ്റാണ്. നമ്മുടെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നാഷണൽ ഹെഡ്ലൈൻസും അത് തന്നെ ആയിരിക്കില്ലേ? അത് തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത് കൂടാതെ ഗ്ലോബലി തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ലാസ്റ്റ് ഒരു മാസമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ടാരിഫിനെ കുറിച്ചായിരിക്കും. അപ്പോൾ US മാർക്കറ്റിൽ അവിടെ വരുന്ന ന്യൂസ് എന്ന് വെച്ചാൽ ഈ ടാരിഫ് കാരണവും, അത് മാത്രമല്ല ഈ ട്രംപിൻ്റെ വന്നിട്ട് ഒരുപാട്, അതായത് നമ്മൾ ഈ എന്താ പറയുക, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എന്താ അവർ പറയുന്ന എലോൺ മസ്കിനെ വെച്ചിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഈ ഗവൺമെന്റ് എംപ്ലോയീസിനെ പിരിച്ചുവിടുന്ന ഒരു ഇതും കൂടെ അവർ ചെയ്യുന്നുണ്ടല്ലോ. അതായത് അവിടെ US സിറ്റുവേഷൻ, അതായത് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, നമുക്ക് എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കുറയ്ക്കണം എന്നുള്ള ഒരു ഐഡിയയാണ് അദ്ദേഹം അവിടെ മൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എംപ്ലോയീസിനെ പിരിച്ചുവിടുക, വോളണ്ടറി റിട്ടയർമെന്റ് കൊടുക്കുക, പബ്ലിക് ഡിപ്പാർട്ട്മെന്റിലൊക്കെ എന്താ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളൊരു ആശയവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ അവിടെ ഉണ്ടാക്കുന്ന സെന്റിമെന്റ്സ് വളരെ നെഗറ്റീവാണ്. അപ്പോൾ ആൾക്കാർക്കൊരു കോൺഫിഡൻസ്, അതായത് സ്പെൻഡിങ് ചെയ്യാനുള്ള കോൺഫിഡൻസ്, അതായത് എക്കണോമി മോശമാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ സാധനങ്ങളുടെ വില കൂടാൻ പോവുകയാണ്. അപ്പോൾ ഒരു കോൺഫിഡൻസ് എന്തായാലും കൺസ്യൂമറിന് ഉണ്ടാവില്ല. അപ്പോൾ കൺസ്യൂമർ സ്പെൻഡിങ് ഒക്കെ അങ്ങ് ഹോൾഡ് ചെയ്യും. ഇത് തന്നെയാണ് അമേരിക്ക ഫേസ് ചെയ്യാൻ പോണ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുള്ളതായിരുന്നു. കാര്യം കൺസ്യൂമർ പ്രൈസ് കോൺഫിഡൻസ് ഇൻഡെക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, എങ്കിലും നമ്മൾ പറഞ്ഞു അമേരിക്ക ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ സ്പെൻഡിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറച്ച് പൈസ കൺസർവ് ചെയ്ത് അത് സേവ് ചെയ്യാനുള്ള സ്വഭാവത്തിലേക്ക് പോകും. ഒരു ഭീതി അവിടെ നിലനിൽക്കുന്നുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. എപ്പോഴും നമ്മൾ ഒരു എക്കണോമിയിൽ നമ്മൾ ഈ വെൽത്ത് എഫക്റ്റ്, റിവേഴ്സ് വെൽത്ത് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ വെൽത്ത് എഫക്റ്റ് എന്താണെന്നറിയോ? അതായത് ഇപ്പം നമ്മളൊരു സാധാരണക്കാരനാണ്, നമ്മൾ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു, നമ്മൾ കുറേ അസറ്റ്സ് മേടിച്ചിട്ടുണ്ട്. അസറ്റ് റിയൽ എസ്റ്റേറ്റ് അസറ്റ് ആവാം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അസറ്റ് ആവാം. നമ്മൾ നമ്മുടെ പണിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ അസറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കയറുന്നു. ഇപ്പോൾ ഈ 2023-24 കാലഘട്ടം തന്നെ ആലോചിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ സ്റ്റോക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്ഥിരം ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയായിട്ടോ മുന്നോട്ട് പോകും. അപ്പം നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? നമ്മൾ ഒരുപാട് പൈസ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ സ്റ്റോക്സ് ഒക്കെ ഒരു സൈഡിൽ കൂടി കയറിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്കൊരു വലിയൊരു വെൽത്ത് എഫക്റ്റ് നമുക്ക് മനസ്സിലുണ്ടാവും. ആ വെൽത്ത് എഫക്റ്റ് കാരണം എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കൺസംഷൻ അങ്ങ് കൂട്ടും. അതായത് നമ്മൾ ഡിസ്ക്രിഷണറി പ്രോഡക്ട്സ് മേടിക്കും, ആവശ്യമില്ലാത്ത പ്രോഡക്ട്സ് മേടിക്കും, ഒരുപാട് ട്രാവൽ ചെയ്യും, ഒരുപാട് സ്പെൻഡ് ചെയ്യും. എക്കണോമി അത് ഒരുപാടായിട്ട് സഹായിക്കുമെങ്കിൽ പോലും നമ്മുടെ സ്പെൻഡിങ് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് തന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താ? ബാങ്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ? റീറ്റെയിൽ ലോൺസ് ഭയങ്കരമായിട്ട് കൂടി, ക്രെഡിറ്റ് കാർഡ് ഭയങ്കരമായിട്ട് കൂടി. നമ്മളിപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആദ്യത്തെ 6 മാസം
ഭയങ്കര രീതിയിൽ 14% പെർഫോമൻസ് ആണ് മാർക്കറ്റ് തന്നെ തന്നത്. അപ്പം പല സ്റ്റോക്കുകളും എത്രത്തോളം ആയിരിക്കും നമ്മൾ 30%, 40%, 50% ഒക്കെ ആയി. അത് കഴിഞ്ഞ് അവിടെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നു 19 ട്രേഡിംഗ് സെഷൻ 9 ട്രേഡിംഗ് സെഷൻ എങ്ങാണ്ട് ഒരു 1% തന്നെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് പിന്നെ 14% താഴേക്കാണ് പോയത്. അപ്പം നമ്മുടെ സ്പെൻഡിങ് ഒക്കെ ഫസ്റ്റ് ഹാഫിൽ അങ്ങ് നടന്നു. ആ കോൺഫിഡൻസ് നമുക്ക് സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആ വെൽത്ത് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്കണോമിയിൽ ഉണ്ടാവുന്ന ഒരു സെന്റിമെന്റ് നമ്മുടെ തീർച്ചയായിട്ടും സേവിങ്സിനെയും കൺസംഷനെയും സ്പെൻഡിങ്ങിനെയും നമ്മൾ അതേപോലെ എന്താ പറയുക നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ അത് അഫക്റ്റ് ചെയ്യുന്നുള്ള. ഈവൻ എക്കണോമിയിൽ ഗവൺമെന്റ്സ് തന്നെ അല്ലെങ്കിൽ RBI തന്നെ ഈ വെൽത്ത് എഫക്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി റിവേഴ്സ് വെൽത്ത് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഹീറ്റഡ് അപ്പ് ആവും അല്ലെങ്കിൽ അസറ്റ് ക്ലാസ്സുകൾ ഭയങ്കരമായിട്ട് ഹീറ്റഡ് അപ്പ് ആവുമ്പോൾ അതിന് താഴെ വരാൻ വേണ്ടി മനഃപൂർവ്വം നെഗറ്റീവ് ന്യൂസ് RBIയും മറ്റേ നമ്മുടെ ഗവൺമെന്റും ഇത് എല്ലാ എക്കണോമിയിലും കേട്ടോ. ഞാൻ ഇന്ത്യൻ കണ്ടക്സ്റ്റിലാണ് ഞാൻ RBI എന്ന് പറഞ്ഞത്, ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞത്. നമ്മൾ അതിനെ കൂൾ ഓഫ് ചെയ്യാനായിട്ട് അതായത് ചില സമയത്ത് ചില ടാക്സ് മെഷേഴ്സ് അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളിൽ മാർക്കറ്റിലേക്ക് പറഞ്ഞ് അസറ്റ് ക്ലാസ്സസിനെ ഒന്ന് കൂൾ ചെയ്യിപ്പിക്കും. അത് കൂൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ സ്പെൻഡിങ് കൈകടന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു മാർക്കറ്റ് ഫിനോമിനനാണ്, ഒരു എക്കണോമിക് ഫിനോമിനനാണ്. അത് തന്നെയാണ് ഇപ്പോൾ US മാർക്കറ്റിൽ സംഭവിച്ചേക്കണേ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ചേർത്ത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അനില, ഇപ്പം ടാരിഫിന്റെ ഡിസ്കഷൻ ഏതാണ്ട് April 2 എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് തുടങ്ങി. അതായത് നമ്മുടെ ഇവിടെ പുതിയ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോഴത്തേക്കും ടാരിഫ് നമ്മുടെ തലയ്ക്ക് വന്ന് വീഴുന്നു എന്നുള്ള മുകളിൽ നിൽക്കുകയാണെന്നുള്ളതാണ് വാസം. അപ്പോൾ അതിന്റെ ഡിസ്കഷൻസിന് വേണ്ടി ഒരു ഡെലിഗേറ്റ്, കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡെലിഗേറ്റ് US നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഡിസ്കഷൻ തുടങ്ങി എന്നുള്ള. അപ്പം നമ്മൾ ജനങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുകയാണ് എന്താണ് ഈ ടാരിഫിന്റെ ആ വിശേഷത എന്നുള്ളത്. അതായത് ഇന്ത്യ ഏതാണ്ട് 80 ബില്യന്റെ എക്സ്പോർട്ട്, US ഡോളേഴ്സ് 80 ബില്യന്റെ എക്സ്പോർട്സ് ആണ് നമ്മൾ അങ്ങോട്ടേക്ക് ചെയ്യുന്നത് US-ലേക്ക്. നമ്മൾ തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുന്നതോ 44 ബില്യൺ US ഡോളേഴ്സിന്. അപ്പൊ അവിടെയാണ് ആ 80 - 44 എന്ന് പറയുന്നത് ഒരു സർപ്ലസ് ആണ്. ഇന്ത്യ ഈസ് എ ട്രേഡ് സർപ്ലസ് കൺട്രി ആസ് ഫാർ ആസ് എ ട്രേഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് US ഇസ് കൺസേൺഡ്. അതാണ് നമ്മൾ തമ്മിലുള്ളതിൽ നമുക്കാണ് ട്രേഡ് സർപ്ലസ് ഉള്ളത്. ഇന്ത്യ ഏതാണ്ട് ചാർജ് ചെയ്യുന്നത് എത്രയെന്നറിയോ? അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ ഏതാണ്ട് 7 തൊട്ട് 9%. അതായത് അഗ്രിഗേറ്റ് ആണ് ഞാൻ പറഞ്ഞത്, ഒരു കോമ്പോസിറ്റ് ആയിട്ട്. പലതിനും 35%, 100% ഉണ്ട്, ചിലതിന് 0 ആണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 7%, 9% ഒരു നെറ്റ് ടാരിഫ് നമ്മൾ വെച്ച്. നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിന് അവർ വെച്ചിരിക്കുന്നത് എത്രയാണ്? അവരുടെ നാട്ടിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഏതാണ്ട് 3%. അപ്പൊ ഏതാണ്ട് ഒരു 5% ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു 4.9% ഡിഫറൻഷ്യൽ അവിടെ ഉണ്ട്. ഈ ഡിഫറൻഷ്യൽ മാറ്റണം എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ഈ ഡിഫറൻഷ്യൽ മാറ്റുക എന്നുള്ളതല്ല, ഈ നമ്മൾ 80 - 44 അതായത് 80 ബില്യൺ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം, 44 ബില്യൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ആ ഡിഫറൻസ് കുറയ്ക്കാൻ വേണ്ടി ഈ ടാരിഫിൽ വരുന്ന 5% നമുക്ക് ആ പാരിറ്റി മാറ്റണം എന്നാണ് ഇപ്പൊ ട്രംപ് പറഞ്ഞേക്കണേ. ഇപ്പൊ ഉദാഹരണത്തിന് അഗ്രികൾച്ചറിന് നമ്മൾ അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സ് നമ്മൾ ചാർജ് ചെയ്യണം എത്ര? 37%. അവരാണെങ്കിലോ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നതിന് 5%. ഇൻഡസ്ട്രിയൽ ഗുഡ്സിനാണെങ്കിൽ ഇന്ത്യ ചാർജ് ചെയ്യുന്നത് ഏതാണ്ട് 6%. നമ്മുടെ ഇവിടുന്ന് പോകുന്ന സാധനങ്ങളിൽ 2.6. ഈവൻ ഓട്ടോമൊബൈലിന്റെ കാര്യത്തിൽ നമ്മൾ ഏതാണ്ട് 30% തൊട്ട് 100% വരെ ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ള. അതുകൂടാതെ എന്താ പറയുക, ഈ കമ്പോണൻസ്, ഓട്ടോ കമ്പോണൻസിന് 7%. നമ്മളൊരു വലിയൊരു ടാരിഫാണ് നമ്മൾ അമേരിക്കൻ പ്രോഡക്ട്സ് എന്നല്ല ഒരുമാതിരിയുള്ള എല്ലാ കൺട്രിയിൽ നിന്നും നമ്മൾ വച്ചിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ജപ്പാനായിട്ട്, സൗത്ത് കൊറിയ ആയിട്ട് അല്ലെങ്കിൽ ASEAN റീജിയണിലെ രാജ്യങ്ങളായിട്ടൊക്കെ നമുക്കൊരു ട്രേഡ് എഗ്രിമെന്റ്, അതിൽ നമുക്ക് 0 ടാരിഫാണ്. ആ രീതിയിലേക്ക് വരണം എന്നുള്ളത് അമേരിക്ക പറയണം. ഒന്നില്ലെങ്കിൽ നമ്മൾ സെയിം ആവണം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ അമേരിക്ക എങ്ങനെയാണ് ഇതിനെ ടാരിഫ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ചില കാര്യങ്ങൾക്ക് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ആയിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ്, അതായത് കൺട്രി വൈസ് ആണോ അവർ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് അഗ്രിഗേറ്റ് ആയിട്ട് കണക്കാക്കിയിട്ടാണോ ചെയ്യണം, അത് പ്രോഡക്റ്റ് ബേസിസ് ആണോ എന്നുള്ളതൊന്നും അതിനകത്തൊരു ഇതില്ല. പക്ഷെ നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് എന്താ അറിയോ, അതായത് ഇന്ത്യ ഈസ് ഓപ്പൺ ടു എന്താ പറയുക ഒരു ടാരിഫ് കട്ട് ഓൺ ഹാഫ് ഓഫ് US ഇമ്പോർട്ട്സ്. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് വന്നാണ്. അതായത് US നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഹാഫ് ഓഫ് ദ പ്രോഡക്ട്സ് ഏതാണ്ട് നമ്മൾ ടാരിഫ് കട്ടിന്, അതായത് എനിക്ക് തോന്നുന്നു 23 ബില്യൺ US ഡോളേഴ്സ് വർത്ത് ഓഫ് കാര്യങ്ങൾ നമ്മൾ, അതായത് 87% ഓഫ് ഇമ്പോർട്ട്സ് ഫ്രം US ഏതാണ്ട് നമ്മൾ ടോട്ടൽ 66 ബില്യൺ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ 66 ബില്യണിൽ 88%, അതായത് 23 ബില്യണോളം നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ വരുന്ന ഒരു ഇൻഫർമേഷൻ. ഇതെങ്ങനെ ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളത് ഈ ആഴ്ച കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് അറിയാം. April 2 മുമ്പേ ഇതിനകത്തൊരു ഡീൽ എത്താനാണ് ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത്.
യെസ്, നമുക്ക് അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ മാർക്കറ്റിൻ്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും 23,600 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നുണ്ട്. നിലവിൽ 23,663 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ പല സെക്ടേഴ്സിലും ഒരു പോസിറ്റിവിറ്റി കടന്നു വന്നിരുന്നു എങ്കിൽ പോലും ആദ്യത്തെ 15 മിനിറ്റ്, അതായത് ഒന്ന് മാർക്കറ്റ് സെറ്റിൽ ചെയ്തതിന് ശേഷം കൂടുതൽ സെക്ടേഴ്സും ഇടിവിലേക്ക് പോകുന്നതാണ് കാണുന്നത്. സർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് കൂടി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. ടെക്നിക്കൽ സൈഡ് നമ്മളോടൊപ്പം സംസാരിക്കാനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്നും ആനന്ദ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ആനന്ദ്. ഗുഡ് മോർണിംഗ് അല്ല ആനന്ദ്, ഇന്നിപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു ദിവസത്തിന് കണ്ടിന്യൂഷൻ പോലെയാണ് നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. ഇന്നലെ ഒരു പക്ഷേ ആദ്യ മണിക്കൂറിൽ നമുക്ക് നല്ലൊരു സ്പൈക്ക് കാണാൻ സാധിച്ചിരുന്നു. പിന്നീട് അവിടെ നിന്നാണ് ഒരു 12 മണിക്ക് ശേഷമൊക്കെയാണ് പിന്നീട് ഒരു ഇടിവ് അല്ലെങ്കിൽ ബിയേഴ്സ് തിരിച്ചു വരുന്നതായിട്ട് കണ്ടിരുന്നത്. ഇന്നിപ്പോൾ നോക്കുമ്പോഴേക്കും തുടക്കത്തിൽ നമുക്കൊരു പോസിറ്റിവിറ്റി കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ 23,700 എന്നൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നില്ല. 23,619 എന്നൊരു റേഞ്ച് ഒരു ഡേ ലോയ്ക്ക് വളരെ അടുത്ത നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നിഫ്റ്റി 50-ലുള്ള ഈ ഒരു മൂവ്മെന്റിനെ എങ്ങനെയാണ് ആനന്ദ് വിലയിരുത്തുന്നത്? അല്ല, ഇപ്പം നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി മാർക്കറ്റ് നല്ല രീതിക്ക് സ്ട്രെച്ച്ഡ് ആയിരുന്നു. ലാസ്റ്റത്തെ ഒരു 1 വീക്ക് തന്നെ മാർക്കറ്റ് ഏകദേശം ഒരു 6.3% വളരെ ഒരു ഹ്യൂജ് മൂവ്മെന്റ് ആണ് ഇൻഡെക്സ് നടത്തിയേക്ക്. അതായത് ഒരു അബ്നോർമൽ മൂവ്മെന്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു 6.39% വിത്തൗട്ട് എനി പ്രോഫിറ്റ് ബുക്കിംഗ്, അത് വളരെ ഒരു ഹ്യൂജ് മൂവ്മെന്റ് ആണത്. അതുപോലെ തന്നെ ആ ഒരു മൂവ്മെന്റ് അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിലേക്ക് കൂടിയാണ്. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 23,800. ആ ഒരു ഏകദേശം ഒരു 20-30 പോയിന്റ്സിന് ആ ഒരു റേഞ്ചാണ് ഒരു വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നിലവിൽ ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ മാർക്കറ്റ് ഓൾറെഡി നല്ല രീതിക്ക് ഒരു സ്ട്രെച്ച്ഡ് ആണ്. സോ മാർക്കറ്റ് ഒരിക്കലും ഒരു സ്ട്രേറ്റ് ലൈനിൽ മാർക്കറ്റ് ഒരിക്കലും മൂവ് ചെയ്യില്ല. മാർക്കറ്റ് മോസ്റ്റ്ലി ഒരു വേവി പാറ്റേൺ എന്ന രീതിക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. സോ ഒരു നെക്സ്റ്റ് 2-3 ഡേയ്സ് നമുക്ക് ഈ ആ ഒരു വേവ് ഫോം ആവണോടെ, സോ അത് ഫോം ആവുന്നതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു സെൽ ഓഫ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത്. സോ നെക്സ്റ്റ് ഒരു 2-3 ഡേയ്സിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടി സെൽ ഓഫ് എക്സ്പെക്ട് ചെയ്യാം. അത് ബട്ട് ആ ഒരു സെൽ ഓഫ് നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ല, നല്ലൊരു പോസിറ്റീവ് ആണ്. അതായത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വളരെ ക്ലീൻ ആയിട്ട് പോകുന്നതിൻ്റെ ഒരു സിംറ്റമാണ് നമുക്ക് ആ ഒരു സെൽ ഓഫ് എന്ന് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പം നിലവിൽ മാർക്കറ്റ് ഒരു സെൽ ഓഫിൻ്റെ ഒരു പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് ഇപ്പം നിലവിൽ ഏകദേശം 6.39% മൂവ് ചെയ്തിട്ട് നിലവിൽ ഏകദേശം ഒരു 0.5% ഒരു വളരെ മൈനർ ആയിട്ടുള്ള സെൽ ഓഫ് നിലവിൽ നടന്നിട്ടുള്ളൂ. സോ കുറച്ചുകൂടി ഒരു അഗ്രസീവ് സെൽ ഓഫുകൾ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു സെൽ ഓഫ് നടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡിനുള്ളൊരു തുടക്കമായിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ആൻഡ് നിലവിൽ ലെവൽസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന 23,800 ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് 23,800 എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഒരു അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ 23,774-ൻ്റെയും ഒരു 809-ൻ്റെയും ആ ഏകദേശം ഒരു 30 പോയിന്റ്സ്, ഒരു 30-35 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ആൻഡ് നിലവിൽ സപ്പോർട്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു 23,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ലെവലായ 24,000 ആണ്. ആൻഡ് താഴേക്ക് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയില്ല, മോസ്റ്റ്ലി ഒരു ബ്രേക്ക് ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. അത് 23,600 ആൻഡ് 580 ആ ഒരു 20 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ച് വളരെ ഒരു മൈൻഡ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. പിന്നെ വീണ്ടും ഡൗൺസിലേക്ക് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 23,400 431 ആ ഒരു 31 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ച് അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 23,217 239. സോ ഒരു ഏകദേശം ഒരു 1 to 2% നമുക്ക് മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 1.5 to 2.3% ഓഫ് സെൽ ഓഫ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു വളരെ സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് കൂടി നോക്കുകയാണെങ്കിൽ നിലവിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിൽ ഏറ്റവും അധികം OI റൈറ്റിംഗ് നിലവിൽ കാണാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 24,000 ആണ്. സോ നമുക്കൊരു നെക്സ്റ്റ് 2-3 ഡേയ്സ് ഒരു കൺസോൾട്ടേഷൻ ഫേസ്, ഒരു ബെയറിഷ് ടു ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ് മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് ഒരു ബെയറിഷ് ട്രെൻഡ് എക്സ്പെക്ട് ചെയ്യാം, ബട്ട് ഒരു അഗ്രസീവ് ട്രെൻഡ് ആയിരിക്കില്ല. അത്യാവശ്യം ഒരു മൈനസ് സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു മൈനസ് സെൽ ഓഫ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അല്ല ഈ സ്ഥാനത്തൊപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ കൂടി ഒന്ന് കടന്നു വരേണ്ടതുണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞൊരു തിങ്കളാഴ്ച ഒരു റാലി ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ചൊവ്വാഴ്ചയിലേക്ക് കിടന്നപ്പോഴേക്കും ആ ഒരു ഹൈ ലെവൽസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നുണ്ട്. പിന്നീട് ഒരു അവസാന ഘട്ടത്തിലേക്ക് ആയപ്പോൾ ഫ്ലാറ്റ് സ്റ്റോണിലാണ് നിലനിൽക്കുന്നത്. നിലവിൽ ഇന്നിപ്പോൾ ഏകദേശം ഒരു 0.25% ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 51,736 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ 51,500 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ടും ഇൻഡെക്സിന്
സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലുള്ള ആനന്ദിൻ്റെ ഒരു ടേക്ക് എന്താണ്? അല്ല, ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെയും സ്ട്രക്ചർ ഏകദേശം സിമിലർ ആണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചും കൂടി ഒരു അഗ്രസീവ് ബൈയിങ് ആണ് ബാങ്ക് നിഫ്റ്റി നടന്നിട്ടുള്ളത്. നിഫ്റ്റിയിൽ 6.39% ആയിരുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 8.79% വളരെ സ്ട്രോങ് ബൈയിങ് നിലവിൽ ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിലും എന്താ ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആണ്. അത് അത്രത്തോളം ബൈ നടന്നിട്ട് കൂടി വിത്തൗട്ട് എ സിംഗിൾ പുൾ ബാക്ക് ആണ് 8.39% മൂവ്മെൻറ്റ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഒരു കറക്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് 11 തൊട്ട് ഏകദേശം ഒരു മാർച്ച് 11 തൊട്ട് 26 വരെ മാർക്കറ്റ് മൂവ് 8.39%, ഒരു ഹ്യൂജ് മൂവ്മെൻ്റ് ആണത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ആ ഒരു നല്ലൊരു സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ആവണമെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു സ്ട്രോങ് പുൾ ബാക്ക് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വേണം. സോ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റി ഏകദേശം ഒരു സെയിം രീതിക്കുള്ള ഒരു ക്യാരക്ടറാണ് രണ്ടുപേരും കാണിക്കുന്നത്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ആ രീതിക്കുള്ള ഒരു സ്ട്രക്ചർ ഫോർമേഷൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. സോ ഒരു മൈനർ പുൾ ബാക്ക് ഒക്കെ എടുത്താണ് ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഒരു ലെവൽസ് ആയിട്ട് പറയുന്നത് 51,969 51,969 ആൻഡ് 52,073 ആ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെക്ടറും കൂടിയാണ് ബാങ്ക് നിഫ്റ്റി. അതായത് പ്രീവിയസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അറൗണ്ട് ഒരു 2.9% മൂവ്മെൻറ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. സോ ലെവൽസിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് കണക്കാക്കാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 51,532 ആൻഡ് 574. ഏകദേശം ആ ഒരു 40 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിലവിൽ സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് 50,973 ആൻഡ് 801. ഏകദേശം ഒരു 173 പോയിൻറ്റ്സ്, ഏകദേശം 173 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ച്. ബട്ട് അതൊരു എന്ത് പറയുന്നു ഒരു വളരെ ഒരു റേഞ്ച് ഇൻ ദ സെൻസ് ഒരു വളരെ ലാർജ് റേഞ്ചാണ് ആ ഒരു റേഞ്ച് കാണിക്കുന്നത്. സോ നമുക്ക് അവിടെ നിന്ന് ഒരിക്കലും ട്രേഡ്സ് എല്ലാം ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് അതിനൊക്കെ ഒരിക്കലും കണക്കാക്കാൻ സാധിക്കില്ല, ബിക്കോസ് റേഞ്ച് ഭയങ്കര കൂടുതലാണ്. സോ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 50,283 എന്ന് പറയുന്ന ലെവലാണ് കുറച്ചും കൂടി ഒരു ഹൈ പ്രോബബിൾ സപ്പോർട്ട്. നേരത്തെ ആ ഒരു 173 പോയിൻറ്റ്സ് റേഞ്ചിൽ സപ്പോർട്ട് കണക്കാക്കേണ്ട പറയാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് പക്ഷേ 173 പോയിൻറ്റ്സ് ഉണ്ട്, ഒരു ഹ്യൂജ് റേഞ്ചാണ്. സോ നമുക്ക് എപ്പോഴും ഒരു മൈനർ റേഞ്ചസിന്, അതായത് ഒരു ഏകദേശം ഒരു 58, 50 to 80 പോയിൻറ്റ്സ് റേഞ്ചിൽ നമുക്കൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കണക്കാക്കുന്നതാണ് ബാങ്ക് നിഫ്റ്റിയിൽ എപ്പോഴും നല്ലത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വേണം. ബാങ്ക് നിഫ്റ്റി ഏകദേശം 8.39% മുന്നേറിയിട്ടുണ്ട്. ആൻഡ് ഏകദേശം ഒരു നിഫ്റ്റി ആണെങ്കിൽ 1.5 to 2.3, ബാങ്ക് നിഫ്റ്റിന് ഏകദേശം ഒരു 2 to 3% നമുക്കൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തിട്ട് കയറി പോവുകയാണെങ്കിൽ സ്ട്രക്ചർ കുറച്ചും കൂടി ക്ലീൻ ആണ്. ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റിയും കൂടിയുണ്ട്. അല്ല ഈ ഒരു കറക്ഷൻ ഏതായാലും ആവശ്യമാണ്. ഒരു ഹെൽത്തി ആയിട്ടൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിന് ഒരു കറക്ഷൻ ആവശ്യമാണ് എന്ന് തന്നെയാണ് ആനന്ദ് പറഞ്ഞു വെക്കുന്നത്.